നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഓർമ്മകൾ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരുടെ അല്ലെങ്കിൽ ബന്ധുക്കാരുടെ വീട്ടിൽ എന്തെങ്കിലും കല്യാണ പരിപാടി നടക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന കേറ്ററിംഗ് ഫുഡൊക്കെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇന്ന് അങ്ങനെ കൊണ്ടുവരുന്ന ഫുഡിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ്, എന്റെ കസിൻ പെങ്ങളുടെ. ഞാനും അവളും തമ്മിൽ മാസങ്ങൾക്ക് വ്യത്യാസമുള്ളൂ വലുപ്പത്തിൽ. അവളുടെ എൻഗേജ്മെന്റിന്റെ സമയമായപ്പോഴാണ് ഞാൻ ഇപ്പോഴും കിട്ടല്ല, ഞാനും വളർന്ന് വലുതായെന്ന് മനസ്സിലായത്. ഇനി പള്ളിയിലെ വിശേഷങ്ങൾ. ഞാനും പപ്പായും നേരെ പള്ളിയിലോട്ട് പോയി. എന്റെ അപ്പൻ ചുന്ദരൻ തന്നെ. വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴേ ക്യൂട്ട്നെസ് അങ്ങ് വാരി വെതറി. അപ്പന്റെ ക്യൂട്ട്നെസ് വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരുന്നപ്പം കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും എൻട്രി കുറച്ച് വൈകി പോയി വീഡിയോയിൽ പകർത്താൻ. പക്ഷെ ആരും പേടിക്കണ്ട, അടുത്ത ഷോട്ടില് അവർ രണ്ടുപേരും നിൽക്കുന്നു. സ്വന്തം എൻഗേജ്മെന്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഫുള്ള് കുർബാന കൂടി, അല്ലെങ്കിൽ പള്ളിയുടെ വരാന്തയിൽ നിൽക്കണ ആളുകൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും. പിന്നെ പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അടുത്ത് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അവിടുന്ന് ആദ്യമേ ജ്യൂസൊക്കെ വേണ്ടവർ മാത്രമേ കുടിച്ചുള്ളൂ. നമ്മൾ നേരെ ഹോളിലോട്ട് പോയി. ഇനി അവിടെ കേക്ക് മുറിയും പരിപാടിയും കാര്യങ്ങളൊക്കെ. എല്ലാ കല്യാണത്തിനും ആ കേക്ക് മുറിക്കുമ്പം ആ സ്റ്റേജിൽ നിൽക്കുന്നവരല്ലാണ്ട് 100% പോലും ആൾക്കാർ ആ കേക്ക് കഴിച്ചിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ചാൻസും കിട്ടിയിട്ടില്ല. കല്യാണ പന്തലിൽ ചോറ് വിളമ്പാൻ തുടങ്ങുമ്പോൾ അതിന്റെ ശ്രദ്ധ വിട്ടിട്ട് നേരെ നമ്മൾ പന്തിയിലോട്ട് പോകും. കേക്ക് മുറി കഴിഞ്ഞ് പരിപാടികളൊക്കെ തുടങ്ങി. നല്ല ഡാൻസ്, സൂപ്പർ ഡാൻസ് ആക്കിയത് കല്യാണ പെണ്ണ് നേരിട്ട് വന്ന് ഡാൻസ് കളിച്ചപ്പോഴാണ്. ഇതിന്റെ സമ്മതിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾ ഇട്ടേക്കുന്ന ലെഹങ്കയുടെ വെയിറ്റ് ഒരാൾക്ക് ഡെഡ് ലിഫ്റ്റ് എടുക്കാനുള്ള അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ആ ഡ്രസ്സിൽ അത്രയും നേരം നിൽക്കുകയും അത്രയും ഫോട്ടോ എടുപ്പും ഡാൻസും ചെയ്തതിൽ സമ്മതിക്കുക തന്നെ വേണം. എന്റെ കസിൻ മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. കട്ടപ്പനയിൽ ഓസാനം എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് ഞങ്ങൾ എല്ലാവരും പഠിച്ചത്. സ്കൂളിലുണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആർക്കും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ പൊക്കവും സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും ആ ചെറിയൊരു രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നു. അങ്ങനെ സ്റ്റേജിൽ കയറി ബാക്കിയെല്ലാ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ആരും ശ്രദ്ധിക്കാണ്ട് സ്റ്റേജിന്റെ സൈഡിലായിട്ട് ഒരു സംഭവം മാറിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ 100% 1% തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു ഡയറ്റ് ഒക്കെ ഉണ്ട്. ആ കേക്ക് ഞാൻ കഴിച്ചില്ല. ബാക്കി എല്ലാവർക്കും ആ പീസ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കല്യാണ പെണ്ണിന്റെ അടുത്തേക്ക് സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി നേരെ ഓടി. ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ ഇവള് വൈറലാകും, അല്ലെങ്കിൽ എയറിലാകും. എന്ത് വന്നാലും നമ്മൾ അത് ബോധർ ചെയ്യാണ്ട് വീഡിയോ എടുപ്പും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ വീട്ടിലോട്ടാണ് പോയത്. അതായത് ഒരു തറവാട് സെറ്റപ്പ്. പണ്ട് ഈ ജാതി മരത്തിൽ ഞാനും സൂര്യ ഉണ്ണിക്കുട്ടനും ഇതിന്റെ കയറാൻ പറ്റുന്ന എകരത്തെ ചവിട്ടി ഏറ്റവും മുകളിൽ കയറുമായിരുന്നു. അന്നത്തെ കാലത്ത് ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം മനസ്സിലുള്ള ഓർമ്മകളും ഇന്നത്തെ കാലത്ത് വീഡിയോ ഉള്ളതുകൊണ്ടും പിന്നീട് എടുത്ത് കാണാൻ പറ്റുന്ന മെമ്മറീസുമായി. ജാതി മരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ചെറുക്കനും പെണ്ണും വീട്ടിലോട്ട് കയറുന്ന ഷോട്ട് വീണ്ടും മിസ്സായി. ഫോണിലെ സ്റ്റോറേജ് കയറുന്നു. വീട്ടിലെല്ലാവർക്കും ടാറ്റയും പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്റെ പ്രീ വർക്കൗട്ടും കഴിച്ചിട്ട് അമ്മച്ചിക്ക് ടാറ്റയും പറഞ്ഞ് ഞാൻ നേരെ എന്റെ നാട്ടിലെ ജിമ്മിലേക്ക് പോയി. ഇന്ന് ഡേ 41 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ഷോൾഡറും ആംസും ഫോക്കസ് ചെയ്തുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നൊട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സാറപ്സ് ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് ചെയ്യണം. തര പോയി.